നാളെ സൺഡേ അല്ലേ, അപ്പം ഞാൻ സ്റ്റൂ ഉണ്ടാക്കണേനെ. സ്റ്റൂ ഞാൻ അല്ലെങ്കിൽ ഞാൻ അധികം മസാലയൊന്നും ഇടില്ല. ഇപ്പം അതെ ഇതല്ല, ഇറച്ചി വെന്ത് കഴിയുമ്പോൾ നിങ്ങളിത് കണ്ടോട്ടോ. ഇറച്ചി വേവിക്കുമ്പോഴില്ലേ 2 പട്ടയും ഒരു 4 കരയാമ്പ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേവിക്കണം. 4 പട്ട, കരയാമ്പ്, കുറച്ച് കുരുമുളക് പൊടി. പിന്നെ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ കുക്കറിലിട്ട് വേവിക്കണം കേട്ടോ. ഞാനൊരു 8 വിസിൽ വരെ വേവിച്ചതാണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ തേങ്ങാപ്പാലിട്ട് കൊടുക്കണം. 1 കിലോ ഇറച്ചിക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് ഇടണം. പിന്നെ ഒരു 2 തേങ്ങയുടെ പാലും. ഇനി ഇത് നല്ലോണം തിളച്ച് വരുമ്പോഴല്ലേ, ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഒരു 2 സവാള നെയ്യിലിട്ട് വാട്ടണം. ഞാൻ വേറെ മസാലകളൊന്നും ഇടില്ല. 4 കരയാമ്പ്, ഒരു 2 കഷ്ണം പട്ട, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും മാത്രമേ ഉള്ളൂ. സ്റ്റൂ ഉണ്ടാക്കണം ഞാൻ അങ്ങനെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക്, അപ്പം ഞാൻ ഒരു 2 സവാള ഇങ്ങനെ നെയ്യിൽ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതും ഇങ്ങനെ ഇട്ട് കൊടുക്കണേനെ. ഇനി നല്ലോണം ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഓഫാക്കി ഇടുന്നു. എന്താണെന്നറിയോ, തേങ്ങാപ്പാല് പിരിഞ്ഞു പോകരുതല്ലോ. അപ്പം ഇന്ന് ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചതാണ് സ്റ്റൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നാളെ കൂട്ടുണ്ടാക്കും. അപ്പം അങ്ങനെ, അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. വേറെ ഒരു പണിയില്ല കേട്ടോ. ഇറച്ചി വേകാൻ നേരത്ത് ഞാൻ പറഞ്ഞ മസാല ഇടുക, പിന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ്, പിന്നെ 2 തേങ്ങയുടെ പാലും, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്.